ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ അറസ്റ്റിൽ. തട്ടിപ്പിന് ഒത്താശ ചെയ്തത് പത്മകുമാറിന്റെ വീട്ടിൽ പോറ്റിയുമായി ഗൂഢാലോചനകൾ നടന്നെന്നും SIT. കുരുക്കായത് അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുടെ മൊഴി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായി CPM-ന് വന്നടിയായി വിശ്വസ്തന്റെ അറസ്റ്റ്. പാർട്ടിക്ക് ഒരു പങ്കുമില്ലെന്നും നേതാവാണെങ്കിലും സംരക്ഷിക്കില്ലെന്നും MV ഗോവിന്ദൻ. പത്മകുമാർ ജാഗ്രത കാണിക്കണമായിരുന്നുവെന്ന് ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം. ഭരണത്തണലിൽ നീണ്ടുപോയ അറസ്റ്റ് എന്ന് KPCC പ്രസിഡന്റ്. ഇനി കടകംപള്ളിയെ ചോദ്യം ചെയ്യണമെന്ന് VD സതീശൻ. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച തീരുമാനം തള്ളി ഭരണഘടനാ ബെഞ്ച്. 14 ചോദ്യങ്ങളുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിന് സുപ്രീം കോടതിയുടെ മറുപടി. ബില്ലുകളിൽ ഗവർണർ ഭരണഘടനാപരമായി തീരുമാനമെടുക്കണം. അനിശ്ചിതകാലത്തേക്ക് ബില്ല് പിടിച്ചുവെക്കരുതെന്നും കോടതി. വെഞ്ഞാറമൂട് UAPA കേസിൽ NIA അന്വേഷണം തുടങ്ങി. 15-കാരന്റെ അമ്മയും സുഹൃത്തും നാടുവിട്ടെന്ന് സംശയം. ഇരുവർക്കും കനകമല കേസിലെ പ്രതിയുമായി ബന്ധം. അൻസാർ കനകമല IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതി സിദ്ദിഖിന്റെ സഹോദരൻ. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ചുരുളഴിയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. രാജ്യത്ത് നടന്ന പല സ്ഫോടനങ്ങളിലെ പ്രതികളും പഠിച്ചത് അൽഫല സർവകലാശാലയിൽ. സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാനെന്ന് പാക് അധീന കശ്മീരിലെ മുൻ പ്രധാനമന്ത്രി. ബലൂചിസ്ഥാനിൽ വീണ ചോരയ്ക്ക് പകരമെന്നും ചൌധരി അൻവറുൽ ഹക്ക്. मैं नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं कि जो विषय बिहार राज्य के मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा. ബിഹാറിനെ നയിക്കാൻ വീണ്ടും നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. BJPക്ക് 2 ഉപമുഖ്യമന്ത്രിമാർ. ചടങ്ങിൽ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി. കാസർകോട്ട് സീറ്റ് വിഭജന തർക്കത്തിൽ തമ്മിൽ തല്ലി കോൺഗ്രസ് പ്രവർത്തകർ. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അടി നടന്നത് DCC ഓഫീസിൽ. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കോൺഗ്രസ് പ്രവർത്തകർ. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാർ അറസ്റ്റിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. പത്മകുമാറിന്റെ വീട്ടിൽ പോറ്റിയുമായി ഗൂഢാലോചനകൾ നടന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് പത്മകുമാറിന്റെ അറിവോടെയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും പത്മകുമാറിന് കുരുക്കായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും സംശയം ബലപ്പെടുന്നു. വിവരങ്ങളുമായി ഡാൻ കുര്യനും VV അരുണും ചേർന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, കുറെ ദിവസങ്ങളായി തന്നെ ഇതെപ്പോൾ വേണമെങ്കിൽ സംഭവിച്ചേക്കാമെന്ന ഒരു സൂചന നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കൃത്യമായ തെളിവുകൾ വേണം, കൃത്യമായ സൂചനകൾ വേണം. അതിനടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നടന്നിട്ടുള്ള അറസ്റ്റ് ഈ കേസിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, എത്രത്തോളം നിർണായകമായ പങ്ക് ഈ വിഷയത്തിൽ, ഈ സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനുണ്ടെന്നാണ് ഇപ്പോൾ SIT എത്തിയിരിക്കുന്ന നിഗമനം? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന പത്മകുമാറിന്റെ ബന്ധം വ്യക്തമാക്കുന്ന മൊഴി നേരത്തെ കേസിൽ അറസ്റ്റിലായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. പത്മകുമാറിന്റെ വസതിയിൽ വെച്ച് അടക്കം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത്. തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാങ്ക് ഇടപാടുകൾ വിശദമായി അന്വേഷണ സംഘം പരിശോധിച്ചു. അങ്ങനെയാണ് പത്മകുമാറും അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അത്തരത്തിൽ ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. അതിനുശേഷം 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന കേസിലെ 3ാം പ്രതി കൂടിയായ N വാസുവിനെ വിശദമായി ചോദ്യം ചെയ്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. കഴിഞ്ഞയാഴ്ചയിൽ ചോദ്യം ചെയ്യാനായിരുന്നു ആദ്യം
നോട്ടീസ് നൽകിയത്. പക്ഷേ വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ച് മറുപടി നൽകി. അങ്ങനെ സാവകാശം അനുവദിക്കുകയായിരുന്നു. പിന്നീട് രണ്ടാമതും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് രാവിലെ 10:30 വഴുതക്കാടുള്ള പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷിന്റെ ഓഫീസിൽ പത്മകുമാർ നേരിട്ടെത്തിയത്. അവിടെ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കേസിൽ നിർണായകമായേക്കാവുന്ന അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇതോടെ അന്വേഷണ സംഘം കടക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് വരുന്ന ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പത്മകുമാറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉറപ്പുവരുത്തുന്ന തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമമായിരിക്കും ഇനി അന്വേഷണ സംഘം നടത്തുക. അതിനുശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ, അതായത് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് SIT കടക്കുക. ശരി ഡാൻ, നേതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഇങ്ങനെ ഒരു അറസ്റ്റ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, പാർട്ടിയുടെ വിശ്വസ്തൻ, അങ്ങനെ ഒരാൾ അറസ്റ്റിലാവുമ്പോൾ അത് വലിയ രീതിയിൽ CPMന് പ്രതിരോധം തീർക്കുന്നുണ്ട്. CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഈ ഘോഷയാത്ര ആരംഭിച്ചെന്നും ഇനി ചോദ്യം ചെയ്യേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെയാണെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മന്ത്രി വാസവന്റെ അറിവോടെയാണ് കൊള്ള നടന്നത്. സ്വന്തം നേതാക്കൾ ജയിലിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് പറയാൻ ഗോവിന്ദന് മാത്രമേ കഴിയൂ എന്നും സതീശൻ പറഞ്ഞു. മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവന്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച്, ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ കൊള്ളയടിക്കും. അപ്പൊ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു? അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയെന്നുള്ളതാണ്. അപ്പോൾ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ, സ്വർണ്ണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആളുകൾ പറയണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്? കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച, കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്ന, ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളന്മാർ ജയിലിലേക്ക് പോണ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. അതേസമയം ഒരാളെയും പാർട്ടി സംരക്ഷിക്കില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. CPMന് ഒരു ഭയവുമില്ല, കൈകൾ ശുദ്ധമാണ്. പത്മകുമാറിന് ഒരു സംരക്ഷണവും ഉണ്ടാവില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നാണ് പത്മകുമാർ പറഞ്ഞതെന്നും പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ജാഗ്രത ഉണ്ടാവണമെന്നുമായിരുന്നു CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണം. വിശദാംശങ്ങൾ ലഭിച്ച ശേഷം പാർട്ടി നടപടികൾ ആലോചിക്കുമെന്നും രാജു എബ്രഹാം അറിയിച്ചു. പത്മകുമാർ നേരിട്ട് ഈ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് SIT തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അദ്ദേഹം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയാകും, അതുപോലെ തന്നെ വിചാരണ നേരിടുകയും ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജാഗ്രത കുറവാണോ ഉണ്ടായത് എന്ന കാര്യം അവർ പരിശോധിക്കട്ടെ. തീർച്ചയായിട്ടും ഏത് പരിശോധനയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. അപ്പോൾ ആ പരിശോധന ആ കുറ്റത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ. എന്തായാലും ഗവൺമെന്റിന്റെ ഈ നിലപാടുകൾ അത് മാതൃകാപരമാണ്. SITയുടെ നടപടി മാതൃകാപരമാണ്. SITയുടെ നടപടി ശക്തമായ നടപടിയാണ്. അത് തുടർന്നും ഇനി ആരെങ്കിലും ഇതിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, പ്രതി ചേർത്ത് അതിന്റെ അനന്തര നടപടികളിലേക്ക് പോകണം എന്നാണ് അഭിപ്രായം പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടാണെന്നും ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരം ആവശ്യമില്ല, അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ കാത്തിരിക്കാമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ഈ അന്വേഷണം എന്ന് പറയുന്നത്
കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SIT നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നതുവരെ, കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക. അന്വേഷണം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. PV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, അല്പസമയത്തിനകം തന്നെ A. പത്മകുമാറിനെയും കൊണ്ട് അന്വേഷണ സംഘം പുറത്തേക്ക് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന തിരിച്ചടി അത്ര ചെറുതല്ല. ശബരിമല എത്രത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അത് ഈ താഴെ തട്ട് വരെയുള്ള ഒരു തെരഞ്ഞെടുപ്പാവുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും CPM എത്രത്തോളം അത് സാധ്യമാവും? CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാകുന്ന, പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നത് ആരാണ് തെറ്റ് ചെയ്തത്, ആരായാലും അവർ ശിക്ഷിക്കപ്പെടും. പക്ഷേ ഈ പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കിയത് CPM ആണ്. പത്മകുമാറിനെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. അത്തരത്തിൽ ആറന്മുള MLA അത്ര വളരെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്ന ആൾ തന്നെയാണ് പത്മകുമാർ. പത്മകുമാറിനെ ഇത്തരമൊരു പദവിയിലേക്ക് കൊണ്ടുവന്ന CPM സ്വാഭാവികമായും ഇപ്പോൾ അയാൾ ഇത്തരമൊരു കേസിൽ ഉൾപ്പെടുമ്പോൾ അതിന് മറുപടി പറയേണ്ടിയും വരും. BJPയും കോൺഗ്രസും ഒക്കെ ഇതിനകം സർക്കാരിനെ തന്നെ ഇത് ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞു. നേരത്തെ തന്നെ BJPയും കോൺഗ്രസും വ്യക്തമാക്കിയത് ഉദ്യോഗസ്ഥരിൽ മാത്രം കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ല, ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയില്ല, അതിനും അപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയ നേതൃത്വത്തിന് അറിവോടെ അല്ലാതെ ഇത്തരം ഒരു നീക്കങ്ങൾ നടക്കില്ല എന്നുള്ളതാണ്. ഏതായാലും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാവ്, പത്തനംതിട്ട ഏറ്റവും പ്രമുഖനായ നേതാവാണ് പത്മകുമാർ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നു. അല്പസമയത്തിനകം തിരുവനന്തപുരം ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയിൽ പത്മകുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുവരും. അതിനുശേഷമാകും കൊല്ലം കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും പത്മകുമാർ എന്ന് പറയുന്നത് CPMന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്, ഇപ്പോഴും നേതാവാണ്. അതുകൊണ്ടാണ് MV ഗോവിന്ദനൊക്കെ ഇന്നത്തെ നിലപാട് കൂടി ആ രീതിയിൽ സ്വീകരിച്ചത്. ഏതായാലും പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ അവസാനിക്കുമോ, അതിനു മുകളിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം, BJPയുടെ ആവശ്യം അന്നത്തെ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യണം, ഇപ്പോൾ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യണം, തൊട്ടുമുമ്പുള്ള ബോർഡ് പ്രസിഡന്റ് PS പ്രസാദിനെ ചോദ്യം ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് BJPക്കൊക്കെ ഉള്ളത്. പക്ഷേ അതിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് വ്യക്തമല്ല. അവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ഇതുവരെ ഒരു തെളിവ് ലഭിച്ചിട്ടില്ല. ഇന്നത്തെ ഈ പത്മകുമാറിന്റെ മൊഴി വളരെ നിർണായകമാണ്. പത്മകുമാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ദൈവതുല്യരായി നമ്മൾ കാണുന്നവർ പോലും ഇതിൽ കുറ്റക്കാരായി വരുമെന്നും, ആ ദൈവതുല്യരാര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ദൈവവുമായി ചേർന്ന് നിൽക്കുന്നവരാണോ? തന്ത്രി അടക്കമുള്ളവരുടെ പേര് പല ഘട്ടങ്ങളിൽ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തന്ത്രിയാണോ? അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകുമോ, അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് അന്വേഷണം പോകുമോ എന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും ഷീജ സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്നത് സംസ്ഥാന രാഷ്ട്രീയവുമായി വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ആരാധനാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. 2018 ശബരിമല സ്ത്രീ പ്രവേശന വിധിക്ക് ശേഷം ശബരിമലയിലെ ഓരോ ചലനങ്ങളും രാഷ്ട്രീയമായി അത്രയധികം സ്വാധീനിക്കപ്പെടും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാടെടുത്ത ഇടതുമുന്നണി അമ്പയെ തോറ്റ് പാലിയെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തിരുത്തൽ വരുത്തിയിരുന്നു CPM. ഇപ്പോഴും ശബരിമല ആ രീതിയിൽ തന്നെ, അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞു. നാളെ കൂടി മാത്രമേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയൂ. പ്രാദേശിക വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പൊതുവിൽ സ്വാധീനിക്കുമെങ്കിൽ പോലും ശബരിമല പോലുള്ള വിഷയങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാൻ തക്ക ശക്തിയുള്ളതാണ്. ആ രീതിയിലേക്ക് ഇതിനകം പ്രചരണം UDFും BJPയും മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സർക്കാരിനെ വലിയ രീതിയിൽ ഇത് പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ ഉള്ളത്. ഇപ്പോൾ പത്മകുമാറിനെയും കൊണ്ട് പോലീസ് വാഹനം ജനറൽ ആശുപത്രിയിലേക്ക് CPMന്റെ പ്രധാനപ്പെട്ട നേതാവ്, ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ, CPMന്റെ മുൻ MLA, CPMന്റെ പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി അംഗം, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാന സമിതി ഉൾപ്പെടുത്താതെ പ്രതിഷേധിച്ച് പാർട്ടി സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയ പത്മകുമാർ എന്ന CPM നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയാണ്. അത് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാവ് പത്മകുമാർ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. അധികം വൈകാതെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലേക്കോ മാറും. പത്മകുമാറിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി
തിരുവനന്തപുരം ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇതുവരെ വീണ പരൽമീനുകളെങ്കിൽ വാസു മുതൽ അത് സ്രാവുകളിലേക്ക് മാറുകയാണ്. വമ്പൻ സ്രാവ് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എ പത്മകുമാർ എന്നുള്ളത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ്, ദേവസ്വം ബോർഡിലേക്ക് CPM നോമിനേറ്റ് ചെയ്ത നേതാവ് പത്മകുമാറാണ് ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലഴികളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള മെഡിക്കൽ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായി കൂടി ഇതിനെ കാണേണ്ടി വരും. കാരണം അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകൾ സ്വാഭാവികമായും എന്താണ് പത്മകുമാർ ഇതിൽ ചെയ്തെന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം ഇതിൽ പ്രതിസ്ഥാനത്താണ്. ആരോപണ വിധേയനാണ്. പത്മകുമാറിനെയാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വൈകാതെ കൊല്ലം കോടതിയിലേക്ക് പത്മകുമാറിനെ കൊണ്ടുപോകും. ഒന്നുകിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ SITയുടെ കസ്റ്റഡിയിലേക്കോ വിടും. ഏതായാലും അതിനിർണായകമായ നടപടി നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകൊടുക്കുന്ന, സംസ്ഥാന രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന, ചർച്ചയാകുന്ന ഒരു നടപടിയിലേക്ക് SIT കടന്നിരിക്കുന്നു. ഈ കേസിൽ കോടതിയിലെ കൃത്യമായ നിരീക്ഷണമുണ്ട്, കോടതിയിലെ കൃത്യമായ മേൽനോട്ടമുണ്ട്. മെല്ലെ പോക്കാണ് അന്വേഷണത്തിൽ, വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു, ഡീറേറ്റ് ചെയ്യുന്നു അന്വേഷണത്തെ തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷവും BJPക്ക് ഉന്നയിക്കുമ്പോഴും ഇപ്പോൾ എത്തി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിലേക്കാണ്. അതും സർക്കാരിന്, CPM-ന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നേതാവിലേക്കാണ്. അദ്ദേഹം ആ രീതിയിൽ നമുക്കറിയാം CPM വിഭാഗീയ കാലത്ത് പോലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട നിലപാടുകളെടുത്ത ആളാണ് പത്മകുമാർ. ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ ചോദ്യം മെഡിക്കൽ പരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ പത്മകുമാറിനെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അധികം വൈകാതെ അദ്ദേഹത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഈ വിഷയത്തിൽ ഇവിടം കൊണ്ട് നിൽക്കുമോ, ഇതിനു മുകളിലേക്ക് പോകുമോ? രാഷ്ട്രീയ നേതൃത്വം പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനൊപ്പം ബോർഡ് അംഗങ്ങളായിരുന്ന രണ്ടുപേർ കൂടിയുണ്ട്. അവരിലേക്ക് അന്വേഷണം പോകുമോ? അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ പൂർണ്ണമായും ഈ പത്മകുമാറിനെ തള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ദേവസ്വം ബോർഡിനെ ദൈനംദിന കാര്യങ്ങളിൽ സർക്കാരിനെ ദേവസ്വം വകുപ്പിനെ ഒന്നും ചെയ്യാനില്ല, അവർ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. ശബരിമല ഒരു കാര്യങ്ങൾക്കും ആ രീതിയിൽ തീർത്ഥാടനം സുഗമമാക്കി നടത്തുന്നതിനകത്തേക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും പത്മകുമാറിനെ കീഴൊഴിഞ്ഞു CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ. ഏതായാലും PV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം. എന്തായാലും CPM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിലേറെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു കാര്യവുമില്ല. CPM-ന്റെ പതിറ്റാണ്ടുകളായി പത്തനംതിട്ടയിലെ CPM-ന്റെ മുഖമായി നിൽക്കുന്ന ആളാണ് പത്മകുമാർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്, MLA ആയിരുന്നു, പാർട്ടിക്ക് ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ സമ്മേളന കാലത്ത് ഒരു ചെറിയ അസ്വാരസ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പാർട്ടിയുടെ എക്കാലത്തെയും വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് പത്മകുമാർ. അങ്ങനെ ഒരാൾ പാർട്ടി നിയോഗിച്ച സ്ഥാനത്തിരുന്നു കൊണ്ട് തട്ടിപ്പ് നടത്തി, അഴിമതി നടത്തി, അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയുടെ സൂത്രധാരനായി മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ള കണ്ടെത്തൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ആരായാലും പാർട്ടി സംരക്ഷിക്കില്ല. തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും എന്നൊക്കെയുള്ള പല്ലവി കൊണ്ട് പ്രതിരോധിക്കാനാവുന്ന ഒരു നടപടിയിലേക്കല്ല ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഈ തട്ടിപ്പെല്ലാം ചെയ്തയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന നിലയിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ എല്ലാവരും കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആരാണോ അയ്യപ്പനെയും അയ്യപ്പന്റെ സ്വത്തുവകകളെയും സംരക്ഷിക്കേണ്ടത് അവരുൾപ്പെടെ അറിഞ്ഞാണ് അവിടെ തട്ടിപ്പ് നടന്നത് എന്നൊരു കണ്ടെത്തലിലേക്കാണ് SIT പോയത്. ഉദ്യോഗസ്ഥരുടെ മൊഴിയുണ്ട്, ഉദ്യോഗസ്ഥരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നൊരു വ്യാഖ്യാനം കൊടുക്കാനും അതിനിടയിൽ ശ്രമമുണ്ടായി. പക്ഷേ അതൊന്നുമല്ല, അവിടെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് അതൊരു കോക്കസ് തന്നെയായിരുന്നു എന്ന നിലയിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുമ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ സതീശൻ പറഞ്ഞു കഴിഞ്ഞു, കടകംപള്ളിയെ ചോദ്യം ചെയ്യണം, വാസവന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്ന ഈ ജങ്ചർ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുകളിലേക്ക് പോയാൽ CPM-ന് വല്ലാതെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം അത് വളരെ ആകാംക്ഷയോടുകൂടി കാണുന്നത്. അന്വേഷണം പൂർണ്ണമായും സുതാര്യമെന്ന് CPM അവകാശപ്പെടുന്നു. കോടതി കൃത്യമായ നിരീക്ഷണമുള്ളതുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയുകയുമില്ല. ഏതായാലും
അടുത്ത തല ആരാണ്, ഏത് തലയാണ് ഉരുളാൻ പോകുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ VN വാസവനും എന്നൊക്കെ പേരുകൾ പ്രതിപക്ഷം പറയുന്നു. പക്ഷേ ഇതുവരെ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച യാതൊരു തെളിവുകളും അല്ലെങ്കിൽ അത് മൊഴികളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തത് ആര് എന്ന ചോദ്യം പത്മകുമാറിൽ അവസാനിക്കുമോ, അല്ലെങ്കിൽ ഇനി ഉദ്യോഗസ്ഥർ ചിലർ കൂടി അറസ്റ്റ് ആവാനുണ്ട്, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതൃത്വം പത്മകുമാറിലൂടെ അവസാനിക്കുമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും ശബരിമല ബന്ധപ്പെട്ടവർക്കറിയാം, രാഷ്ട്രീയ നേതൃത്വത്തെ പോലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തന്ത്രി കുടുംബവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൂജാരിമാരും ഒക്കെ. അത്തരം ആളുകൾക്കാർക്കെങ്കിലും ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം കൂടി സ്വാഭാവികമായും അന്വേഷിക്കപ്പെടും. ഏതായാലും ചില സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് പത്മകുമാർ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ദൈവതുല്യരായി കാണുന്നവരൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും. ആ ദൈവതുല്യൻ ആരാണ്, ശബരിമലയിൽ ദൈവതുല്യരായി കാണുന്ന ആരെയാണ് എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത്തരം ആളുകളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടി വരും. ആ ദൈവതുല്യൻ പത്മകുമാർ ദൈവതുല്യനായി കാണുന്ന ആളുകളാണോ, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ ദൈവതുല്യനായി കാണുന്ന ആളുകളാണെന്ന കാര്യമൊക്കെ ഇനി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മുതൽ ഇത്രയും സമയം പത്മകുമാർ എന്താണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യം, ഇനി കസ്റ്റഡി വാങ്ങി പത്മകുമാർ വിശദമായി SIT ചോദ്യം ചെയ്യും. അപ്പോൾ ലഭിക്കുന്ന മൊഴി എന്താണ് എന്ന കാര്യമൊക്കെ വളരെ നിർണായകമാണ്. ആരിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. സ്വാഭാവികമായും പത്മകുമാറിന്റെ മൊഴി ഏറ്റവും നിർണായകമാണ്. പത്മകുമാറിന്റെ മൊഴി അടിസ്ഥാനത്തിലാകും അടുത്ത ആരിലേക്കെങ്കിലും ഇത് പോകണമെങ്കിൽ അത് എത്തുക. അവിടെ ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുക. അല്ലെങ്കിൽ ഇതുകൊണ്ട് അവസാനിപ്പിക്കുമോ, പത്മകുമാർ വരെയാണോ ഇതിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ളയാൾ പത്മകുമാറാണോ, പത്മകുമാർ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന തലത്തിലാണോ കാര്യങ്ങൾ പോകുന്നതൊക്കെ അറിയേണ്ടി വരും. ഏതായാലും പത്മകുമാറിന്റെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഇനി വരും ദിവസങ്ങളിൽ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും നിർണായകമാണ്. അതിലേക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം അതുതന്നെയാകും ഒരുപക്ഷെ കേസിന്റെ ഗതി നിർണ്ണയിക്കുകയും. ഡാൻ കുര്യൻ കൂടി ചേർന്നുണ്ട്. ഡാൻ, ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പത്മകുമാറിന്റെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു. അത് പതിയെ പത്മകുമാറിലേക്ക് അടുക്കുകയും ചെയ്തിരുന്നു. പലതവണ അത് വൈകിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒടുവിൽ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴി മുന്നിൽ വെച്ചുകൊണ്ട് അന്വേഷണ സംഘം ഇതിലേക്ക് കടക്കുമ്പോൾ പത്മകുമാറിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവുമോ, പാർട്ടിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാവുമോ? പത്മകുമാറിലേക്ക് അന്വേഷണം എത്തും എന്ന കാര്യം നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതാണ്. ദേവസ്വം വിജിലൻസ് ആണ് 2019 ഭരണസമിതിയുടെ അറിവോടെ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഗൂഢാലോചന നടന്നിരിക്കുന്നത്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടായത്. അത് ബലപ്പെടുത്തുന്ന ചില തെളിവുകൾ കൂടി ദേവസ്വം വിജിലൻസിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 തവണയായി തുടർച്ചയായി നടത്തി ചോദ്യം ചെയ്യുന്നതിന് ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ തെളിവുകൾ അടക്കം ഇതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചപ്പോൾ അവർക്ക് കൈമാറുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിന്റെ ഭാഗമായി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും പിന്നീട് മുരാരി ബാബു ഉൾപ്പെടെയുള്ള സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. അതിനിടയിലാണ് നിർണായകമായ മൊഴി 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന മുൻ കോന്നി MLA കൂടിയായ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. അതായത് പത്മകുമാറിന്റെ വസതിയിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇതിലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പങ്ങളെ അടക്കം സ്വർണം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി മറച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് പത്മകുമാറാണ് എന്ന തരത്തിലുള്ള മൊഴിയായിരുന്നു സുധീഷ് കുമാറും അതോടൊപ്പം നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവും SITക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസവനെ വിശദമായി ചോദ്യം ചെയ്യുകയും പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വാസവന്റെ അറസ്റ്റോടെയാണ് അടുത്തത് ആരിലേക്കെന്ന ചോദ്യമുയർന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് രാവിലെ 10:30 പോലീസ് ആസ്ഥാനത്ത് വഴുതക്കാട് പോലീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യാനെത്തിയ പത്മകുമാറുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളിലേക്ക് നീണ്ടത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഏതാണ്ട് 4 മണിക്കൂറോളം വിശദമായി ചോദ്യം ചെയ്ത ശേഷം മുമ്പോട്ട് വെച്ച പ്രതിരോധങ്ങളെ പൊളിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ട് SIT നടത്തിയ ചോദ്യം ചെയ്യലിൽ പത്മകുമാറിനെ പിടിച്ചു നിർത്താനായില്ല. അവിടെയാണ് പത്മകുമാറിന് കുരുക്കുമുറുകിയത്. അങ്ങനെയാണ് അറസ്റ്റിലേക്ക് നീങ്ങുന്ന കടുത്ത നടപടിയിലേക്ക് SIT എത്തുകയും ഒടുവിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ. നിരവധി ആളുകളാണ് പത്മകുമാറിനെ ഇവിടേക്ക് എത്തിച്ചതറിഞ്ഞ് ഈ നാടകീയമായ രംഗങ്ങൾ കാണുന്നതിന് വേണ്ടി ആശുപത്രിയിലേക്ക് അടക്കം ജനറൽ ആശുപത്രി പരിസരത്തേക്ക് അടക്കം എത്തുന്നത്. കനത്ത പോലീസ് കാവലിലാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ നേരിട്ട് വിജിലൻസ് കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്നതിന്
കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അല്പസമയത്തിനകം ഈ ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കനത്ത പോലീസ് കാവലിൽ പത്മകുമാറുമായി പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്കെത്തും. അവിടെ നിന്ന് SIT നേരെ ഇവിടെ നിന്ന് കൊല്ലത്തേക്ക് പോകുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഗതാഗത കുരുക്കുന്ന സമയമാണ്. മാത്രമല്ല ഇത്രയും ഗൗരവമേറിയ കേസാണ്. അതുകൊണ്ട് വലിയ പോലീസ് കാവലിലായിരിക്കും കൊല്ലത്തേക്ക് പോലീസ് സംഘം പത്മകുമാറുമായി പോവുക. അവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും വാസുവുമായും അതോടൊപ്പം പത്മകുമാറുമായി വിശദമായ തെളിവെടുപ്പും അതോടൊപ്പമുള്ള തുടർ നീക്കങ്ങളും ഉണ്ടാകുക. മണ്ഡലകാലമാണ്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഓരോ ദിവസവും ശബരിമലയിലേക്ക് എത്തുന്ന ഒരു അസാധാരണമായ ഒരു സാഹചര്യം. അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് SIT കടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടയിൽ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അറസ്റ്റിലേക്ക് SIT നീങ്ങിയിരിക്കുമ്പോൾ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത്. ഉദ്യോഗസ്ഥരിലും അതോടൊപ്പം വിവാദ സ്പോൺസറിലും ഒതുങ്ങി നിന്നത് കേട്ട് മുൻ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ കൂടിയായ പത്മകുമാറിലേക്ക് എത്തുമ്പോൾ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്ത് ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അദ്ദേഹം നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു പങ്കുമില്ല മന്ത്രിക്കോ അല്ലെങ്കിൽ അന്ന് മന്ത്രിയായിരുന്ന തനിക്കോ ദേവസ്വം വകുപ്പിന് ഇതുമായി ബന്ധമില്ല. ബോർഡിന്റെ തീരുമാനങ്ങൾ വകുപ്പ് അറിഞ്ഞുകൊണ്ടല്ല എന്ന നിലപാട്. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും? അതാണ് ഏറ്റവും ആകാംക്ഷ വളർത്തുന്ന കാര്യം. അടുത്ത ദിവസം മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പാണ് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റ് ഇന്ന് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം. ഒരുപക്ഷെ നിർണായകമായ നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം. അന്വേഷണത്തിന്റെ സമയപരിധി അവസാനിക്കാൻ 30 ദിവസം മാത്രം ശേഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർണായകമായ അറസ്റ്റിലേക്ക് SIT കടക്കുന്നത്. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ച് മേധാവി ADGP വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് പത്മകുമാറിനെ 4 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുന്നത്. പത്മകുമാറുമായി അന്വേഷണ സംഘം അല്പസമയത്തിനകം കൊല്ലത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയതിനു ശേഷം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഏതാനും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ കനത്ത പോലീസ് കാവലിൽ പത്മകുമാറുമായി അന്വേഷണ സംഘം പുറത്തേക്ക് എത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾക്ക് ഈ ഘട്ടത്തിൽ അദ്ദേഹം തയ്യാറാകുമോ എന്നത് ആണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ വലിയ തരത്തിലുള്ള മാധ്യമപ്രവർത്തകരോട് ഒരു നീണ്ട വരി ഇവിടെയുണ്ട്. അതിനിടയിലൂടെ പത്മകുമാറിനെ ഇവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് സഹകരമായൊരു പോലീസിന്റെ നിർണായകമായ നീക്കം. അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു നിർണായകമായ നീക്കം. വലിയ തിരക്കിനിടയിൽ ഇവിടെ നിന്ന് പത്മകുമാറിനെ കൊണ്ടുപോകുക എന്ന ഒരു ശ്രമകരമായ ദൌത്യമാണ് ഇപ്പോൾ താങ്കൾ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ആരായിരുന്നു ദൈവം? ആരായിരുന്നു? താങ്കൾ ചതിക്കുകയായിരുന്നു. താങ്കൾ ദൈവത്തെ പോലെ കണ്ടത് ആരെയാണ്? പത്മകുമാറിനെയും കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ യാത്ര. മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ഹാജരാക്കുക. മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും. പക്ഷേ അതിനൊന്നും പ്രതികരിക്കാൻ പത്മകുമാർ തയ്യാറായില്ല. ദൈവത്തെ പോലെ കാണുന്ന ചിലരുമുണ്ടാകുമെന്ന് പറഞ്ഞത് ആരായിരുന്നു? ആരെങ്കിലും കുടുക്കിയതാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അതിനൊന്നും മറുപടി പറയാതെ പത്മകുമാറിനെയും കൊണ്ട് പത്മകുമാറിനെ അന്വേഷണ സംഘം ഇപ്പോൾ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ടാൻ, ഒരു പ്രതികരണം സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലൊക്കെ അദ്ദേഹം ആകെ പതറിപ്പോയ ഒരാളെ പോലെയാണ് കാണപ്പെടുന്നത്. പത്മകുമാറിനെ നമ്മൾ ഒരുപാട് കാലമായി കാണുന്നതാണല്ലോ. ഒരു പതറിപ്പോയൊരു മുഖവും ശരീരവും ഒക്കെയാണ് ഉള്ളത്. ഈ അറസ്റ്റ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയല്ലേ? അവിടേക്ക് എത്താൻ അധികം ദൂരമില്ല. എത്രമാത്രം ഒഴിഞ്ഞു മാറിയാലും അതധികം ദൂരെയല്ല എന്ന് പത്മകുമാറിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം
പത്മകുമാറുമായി ഉദ്യോഗസ്ഥരുടെ സംഘം കൊല്ലത്തേക്ക് പോയിരിക്കുന്നത്. ഒരു ചോദ്യങ്ങളോടും പ്രതികരിച്ചില്ല. പക്ഷേ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പോലീസിന്റെ വാഹനത്തിലേക്ക് SIT ഉദ്യോഗസ്ഥർക്കൊപ്പം കയറി ഇപ്പോൾ ഈ തിരക്കുള്ള റോഡിലൂടെ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷാ അകമ്പടിയുണ്ട്. കാരണം വലിയ തരത്തിൽ രാഷ്ട്രീയമായി ചലനങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു തരത്തിലേക്ക് ഈ കേസിന്റെ അന്വേഷണം മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും കൃത്യമായി പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമെന്ന കാര്യം വാസുവിന്റെ അറസ്റ്റോടെ തന്നെ ഉറപ്പായതാണ്. വാസു നൽകിയ മൊഴിയും വാസുവിനെതിരെ സുധീഷ് നൽകിയ മൊഴിയും അതോടൊപ്പം മൂരാരി ബാബു നൽകിയ മൊഴിയുമൊക്കെ ഈ കേസിൽ നിർണായകമായി മാറിയിരുന്നു. അതിനിടയിലാണ് പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമെന്ന സൂചന ആഭ്യന്തര വകുപ്പിനടക്കം ലഭിച്ചത്. അങ്ങനെയാണ് ആഭ്യന്തര വകുപ്പ് ഒരു തരത്തിലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്നൊരു നിലപാടിലേക്ക് മന്ത്രിമാരടക്കം എത്തുകയും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ തെറ്റ് ചെയ്തവരിലേക്ക് സുതാര്യമായ നടപടിയുമായി അന്വേഷണ സംഘം അടക്കം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നൊരു നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുകയും ചെയ്തത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന പത്മകുമാറിന്റെ അറസ്റ്റ്. മാത്രമല്ല മറ്റ് കേസുകളിൽ നിന്നൊക്കെ ഈ ഒരു കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണമാണ്, കൃത്യമായ ഇടപെടലാണ്. ഓരോ ഘട്ടങ്ങളിലും അതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ്, തുടർന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങൾ 10 ദിവസത്തെ ഇടവേളയിൽ വിശദമായി ഹൈക്കോടതി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 റിപ്പോർട്ടുകൾ പരിഗണിച്ചതിന് ശേഷം അതിൽ തൃപ്തി രേഖപ്പെടുത്തിയ കോടതിയാണ് തുടരന്വേഷണത്തിലേക്ക് കടക്കാൻ ഈ SITയോട് ആവശ്യപ്പെട്ടത്. ആ 3ാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ അടുത്ത ദിവസം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് സുപ്രധാനമായ ഒരു അറസ്റ്റ്, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ അറസ്റ്റ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കോടതിയിൽ അടുത്തതായി സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ആ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാവും. ഗൂഢാലോചന നടത്തി എന്ന് ഏതാണ്ട് ഉറപ്പാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന്റെ വീട്ടിലടക്കം ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അന്വേഷണ സംഘം ആ ഇടക്കാല റിപ്പോർട്ടിൽ കോടതിക്ക് മുന്നിൽ വെക്കും. ഏതാണ്ട് അതേ സമയത്തേക്ക് തന്നെയായിരിക്കും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം. ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക, ഇപ്പോൾ സർക്കാരിനെ എങ്ങനെ ബാധിക്കും, പാർട്ടിയെ എങ്ങനെ ബാധിക്കും എന്നത് നമുക്ക് ആ തെരഞ്ഞെടുപ്പിൽ കാണാം. കാരണം ഓരോ വിശ്വാസിയെയും നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ ഓരോ വിശ്വാസിക്കും നേരിട്ട് കൊള്ളുന്ന ഒരു കാര്യമാണ് ശബരിമല എന്ന വികാരം. ആ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണവാതിൽ അല്ലെങ്കിൽ സ്വർണപ്പാളി, ഇതിലൊക്കെ മോഷണം നടത്തി എന്നതാണ് ആ കേസ്. അതത്ര നിസ്സാരമായി കാണാനുമാവില്ല. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങളുമായി നാട്ടിലോട്ട് കാണാം.